പ്രിയപ്പെട്ടവരെ, സമുദായത്തിൽ നമുക്കറിയാം കേസുകളും വിഷയങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് ജ്ഞാനായ കമ്മിറ്റി കൂടിയാണ് ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ പ്രതികരിക്കാറുള്ളത്. എന്നാൽ ജ്ഞാനായ സമുദായ യുവജന സമാജം എന്ന പേരിൽ സമുദായമോ സമുദായ മെത്രാപ്പോലീത്തായോ ജ്ഞാനായ കമ്മിറ്റിയോ ജ്ഞാനായ അസോസിയേഷനോ വൈദിക കൗൺസിലോ ഒന്നും അറിയാതെ യാതൊരു അംഗീകാരവും ഇല്ലാതെ മുൻ സമുദായ സെക്രട്ടറി എന്നൊക്കെ പേര് വെച്ച് എല്ലാ ഭവനങ്ങളിലും ലെറ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാനായ സമുദായ സെക്രട്ടറിയായ എനിക്ക് വരെ ലെറ്റർ വന്നു. അതുപോലെ തന്നെ പ്രസിഡന്റ് അച്ഛന് വന്നു. പലർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് ഇത് സംഘടിപ്പിക്കുന്നത്? ഇതിന് ജ്ഞാനായ സമുദായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു സമുദായത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാക്കി ഒരു കഷണം മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ചിലര് നടത്തുന്ന ശ്രമമാണെന്ന് പറയാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല. ഇത് ഒരു ക്രൈസ്തവ സഭകളിലും ഇങ്ങനെ ആരും അനുവദിച്ചു കൊടുക്കുകയില്ല. നമ്മൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭീഷണി വരുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വിഘടിത പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇന്ത്യ ഗവൺമെന്റ് അവരെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതുപോലെ കേരള സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയോ ഒരു പഞ്ചായത്തിനെയോ പിളർത്തിക്കൊണ്ട് പോയി ഒരു പ്രവർത്തനം നടത്തുന്ന ഔദ്യോഗിക പേര് വെച്ചാണ്, ജ്ഞാനായ സമുദായത്തിന്റെ ഔദ്യോഗിക പേര് വെച്ചാണ് ഇവര് ഇത് നടത്തുന്നത്. അതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. സുപ്രീം കോടതി അനുവദിച്ചു തന്ന ജ്ഞാനായ സമുദായ ഭരണഘടനയിൽ 106(c)യിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. ജ്ഞാനായ സമുദായത്തിൻ്റെയും പള്ളികളുടെയും വിശ്വാസത്തിനും മേലധ്യക്ഷതയ്ക്കും നിയമങ്ങൾക്കും ആചാര മര്യാദകൾക്കും എതിരായി പരസ്യമായി മത്സരിക്കുകയും അവകളെ ബോധപൂർവം ലംഘിക്കുകയും ചെയ്യുന്ന ഇടവ അംഗത്തിൻ്റെ മേൽ പള്ളിക്കുറ്റം ഉണ്ടായിരിക്കും. അന്യസഭകളിൽ ചേർന്ന് നടക്കുക, വ്യവസ്ഥാപിത ഭരണക്രമങ്ങൾക്കെതിരായി സമാന്തര ഭരണ സംവിധാനം ഏർപ്പെടുത്തുക, സ്വയം ആരാധനാ സ്ഥലങ്ങൾ നിർമ്മിക്കുക, അങ്ങനെ ധാരാളം കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വളരെ ആലോചിച്ചതിന് ശേഷം ആണ് ഇങ്ങനെയുള്ള നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയതും അത് സുപ്രീം കോടതിയിൽ വരെ പോയി അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ മേൽ നിയമാനുസരണമുള്ള നടപടി എടുക്കാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല. അത് എടുത്തിരിക്കും. ഇത് വിഘടിതമാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ ആര് പ്രവർത്തിച്ചാലും അത് നിയമാനുസൃതം സാമുദായികമായിട്ടും നിയമാനുസൃതം ലീഗലായിട്ടും ഉള്ള നടപടിക്ക് ജ്ഞാനായ സമുദായം തുനിയേണ്ടി വരും എന്നുള്ളത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. സമുദായത്തിൽ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. അല്ലാതെ വിഘടിതമോ അല്ലെങ്കിൽ സമുദായത്തെ പിളർത്തുന്നതിനുള്ള ചിലരുടെ കുൽസിത ശ്രമത്തെ യാതൊരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ജ്ഞാനായ സമുദായത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ല എന്നാരും ധരിക്കരുത്. ഇത് മഹാഭൂരിപക്ഷത്തിൽ 90% ദേവാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത പള്ളിപ്രതിപുരുഷന്മാരുടെ യോഗമാണ് ജ്ഞാനായ അസോസിയേഷൻ. ആ പള്ളിപ്രതിപുരുഷന്മാരുടെ യോഗത്തിൽ നിന്നാണ് ജ്ഞാനായ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പള്ളിപ്രതിപുരുഷന്മാരുടെ യോഗത്തിൽ നിന്നാണ് വൈദിക കൗൺസിലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡിയെ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചിലർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ യാതൊരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജ്ഞാനായ സമുദായത്തിൽ കാലാകാലങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ലിമീസ് തിരുമേനിയുടെ കാലത്ത് അപ്രൈം സെമിനാരിയുടെ മുമ്പിൽ ഷെഡ് കെട്ടി രാപകൽ സമരം വരെ നടന്നിട്ടുണ്ട്. പല ദേവാലയങ്ങളിലും പൂട്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണിതെല്ലാം. അതെല്ലാം ഒടുവിൽ തീരുകയായിരുന്നു ചെയ്തത്. സമുദായത്തെ പിളർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് അന്നും പോയിട്ടില്ല. നമുക്കറിയാമല്ലോ, കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ആ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പിലൂടെ പറഞ്ഞു തീർത്ത് സമുദായം ഒറ്റക്കെട്ടായിട്ട് പോയിട്ടുള്ള
അനുഭവമാണ് നമുക്കുള്ളത്. എന്നാൽ അല്ലാത്ത അനുഭവങ്ങളുമുണ്ട്. നമുക്കറിയാം, ഇവിടെ 1970 ഘട്ടത്തിലാണ് ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിലേക്ക് കുറേ ആളുകൾ ഈ തെക്കൻ പ്രദേശത്ത് നിന്ന് മാറി അവർ ദേവാലയങ്ങൾ വെച്ചു. എല്ലാ ദേവാലയങ്ങളുടെയും അരിക്കൽ ഇങ്ങനെയുള്ള ദേവാലയങ്ങളുണ്ട്. കലിശ്ശേരിയിലുണ്ട്, കുറ്റൂരുണ്ട്, തുരുത്തിക്കാടുണ്ട്, റാന്നിയിലുണ്ട്, അതുപോലെ തന്നെ ചിങ്ങവനത്തുണ്ട്. അതൊക്കെ അന്ന് വന്നെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണോ അതോ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ അത്രയും ഇതിനകത്ത് ഇടപെട്ടില്ല എങ്കിൽ പോലും അന്നൊക്കെ ഉണ്ടായിരുന്നവർ ജ്ഞാനായ കത്തോലിക്കയിലോട്ടാണ് പോയത്. അവരുമായിട്ട് നമ്മൾ വിശ്വാസത്തിലോ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ യാതൊരു രീതിയിലും വ്യത്യാസമില്ലാതെ ജ്ഞാനായ കത്തോലിക്ക വിഭാഗത്തിലോട്ട് പോയി നമ്മൾ ഒരുമിച്ച് വന്നവരാണ്. അവിടെ ഇപ്പം ജനസംഖ്യകൾ വളരെ കൂടിയിട്ടുണ്ടെങ്കിലും അവരുമായിട്ട് നമുക്ക് വിവാഹബന്ധം നടത്താൻ പറ്റും. ജ്ഞാനായത്വം നഷ്ടപ്പെടുത്തി പോയ ഒരു വിഭാഗമല്ല അന്ന് ആ കാലഘട്ടത്തിലെ അങ്ങനെ ദേവാലയങ്ങൾ വെച്ച് പോയത്. അത് കഴിഞ്ഞിട്ട് ആണേലും നമുക്കറിയാം, ചിങ്ങമനത്തെ തമ്പിപ്പാസ്റ്ററുടെ ഒരു സഭയുണ്ടായി. അതുപോലെ തന്നെ പെന്തിക്കോസ് വിഭാഗത്തിലേക്ക് പലരും പോകുന്നുണ്ട്. അതുപോലെ ചില കോണുകളിലൊക്കെ ഈ മധ്യ തിരുവിതാംകൂർ എരവേരി ഭാഗത്തൊക്കെ വേറെ സഭകളുണ്ടായി പോയിട്ടുണ്ട്. അതൊക്കെ കാലഘട്ടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ പോകുന്നവർക്ക് പോകാം. അതുപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ ഭരണഘടനയും ഇതിൻ്റെ എൻഡോഗമിയും ഇതിൻ്റെ സമുദായ മെത്രാപ്പോലീത്തായെയും ഇതിനെ ഒന്നും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് പോകാം. അത് ആരും പിടിച്ചു നിർത്തുന്നില്ല. അത് ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രമാണ്. അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും ഇഷ്ടമുള്ള സഭ തിരഞ്ഞെടുക്കുവാനും സമുദായം തിരഞ്ഞെടുക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് പോകാം. പക്ഷെ ഇങ്ങനെ പോകുന്നവർ തിരിച്ച് അവകാശവും പറഞ്ഞുകൊണ്ട് വീണ്ടും സമുദായത്തിലോട്ട് വരരുത്. അതാണ് ഞങ്ങൾ ലീഗലായിട്ടാണെങ്കിലും അത് സമുദായപരമായിട്ടാണെങ്കിലും നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ പോകുന്നവരാരും ആരെയും പിടിച്ചിട്ടില്ല. പോകുന്നവർ പക്ഷെ വീണ്ടും അവകാശങ്ങളുമായിട്ട് ജ്ഞാനായ സമുദായത്തിലോട്ട് വരരുതെന്ന് മാത്രമേ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളൂ. ഞങ്ങൾ ജ്ഞാനായ കമ്മിറ്റിക്കാർ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേൽപ്പെട്ടക്കാരാണെങ്കിലും അതുപോലെ തന്നെ വൈദികരാണെങ്കിലും അതുപോലെ തന്നെ അസോസിയേഷൻ അംഗങ്ങളാണേലും അതുപോലെ തന്നെ പള്ളി ഭാരവാഹികളാണേലും ഭക്ത സംഘടനാ ഭാരവാഹികളാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും ഇടവക ജനങ്ങളാണെങ്കിലും മെമ്പർഷിപ്പുള്ള ഇടവക ജനങ്ങളാണേലും ഈ വിഘടിത പ്രവർത്തനങ്ങളിൽ പോയി സംബന്ധിക്കുകയാണെങ്കിൽ ലീഗലായിട്ടും സമുദായപരമായിട്ടും നടപടി ഉണ്ടായിരിക്കും എന്നുള്ളത് മുന്നമേ തന്നെ അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഒരു പ്രവണത പള്ളി കമ്മിറ്റികൾ സമുദായത്തിൻ്റെ കാര്യം നിയന്ത്രിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്താണത് 1-2 പള്ളികളിലെ ഇലക്ഷനിൽ കൂടി 2 കമ്മിറ്റികൾ അവിടെ ജയിച്ചു. അതിനെ എല്ലാവരും അംഗീകരിക്കുന്നു. അതിനെ സമുദായ മെത്രാപ്പോലീത്ത ഉൾപ്പെടെ അവരുടെ മിനിറ്റ്സ് ഒപ്പിട്ട് കൊടുത്തതാണ്. എന്നാൽ അവരാണ് ജ്ഞാനായ സമുദായത്തെ നിയന്ത്രിക്കുന്നെന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് അംഗീകരിക്കുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു പള്ളിയുടെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ആ പള്ളിയിലെ കാര്യങ്ങൾ അവർക്ക് നിയന്ത്രിക്കാം. പക്ഷെങ്കിൽ സമുദായത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അതാണ് ദേറാപ്പള്ളിയിൽ ഉണ്ടായത്. ദേറാപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്നത് ജ്ഞാനായ സമുദായത്തിൻ്റെ സമുദായ മെത്രാപ്പോലീത്തായാണ് പുണ്യശ്ലോകനായ ക്ലീമീസ് തിരുമേനി. ആ ശ്രാദ്ധ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് സമുദായത്തിൻ്റെ ശ്രാദ്ധ പെരുന്നാളാണ്. സമുദായ മെത്രാപ്പോലീത്താണ്. ദേറാപ്പള്ളിയിലെ മാത്രം ഉണ്ടായിരുന്ന ഒരു മെത്രാപ്പോലീത്തയല്ല, ആഗോള ജ്ഞാനായ സമുദായത്തിൻ്റെ മെത്രാപ്പോലീത്തായാണ് അവിടെ കബറടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് സമുദായവുമായിട്ട് ആലോചിക്കണം എങ്ങനെയാണ് പരിപാടികൾ നടത്തുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയത്തില്ല, അന്നൊക്കെ പള്ളികളാണ് നടത്തിയിരുന്നതെങ്കിലും ജ്ഞാനായ സമുദായത്തിൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായിക്ക് ദേറാപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സമുദായ മെത്രാപ്പോലീത്ത കബറടങ്ങിയിരിക്കുന്ന ദേറാപ്പള്ളിയിലെ ഇപ്പോഴത്തെ സമുദായ മെത്രാപ്പോലീത്തായ അപമാനിതനാകുന്ന രീതിയാണ് നമ്മളവിടെ കണ്ടത്. അദ്ദേഹത്തിന് ബലിയർപ്പിക്കുവാൻ കഴിയുന്നില്ല. ജ്ഞാനായ സമുദായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല. ഒരു സമുദായ ഭാരവാഹികളെ പോലും പങ്കെടുപ്പിക്കാതെ, സമുദായ മെത്രാപ്പോലീത്തായെയും പങ്കെടുപ്പിക്കാതെ ഒരു പള്ളിയുടേതായിട്ട് അതിനെ മാറ്റുന്നതാണ് ഇപ്പോൾ കാണുവാൻ സാധിച്ചത്. അതിനൊക്കെ
യാതൊരു കാരണവശാലും അത് ശരിയല്ല. ഒരു സഭയിലും ഒരു സമുദായത്തിലും ഇത് നടക്കുന്നതല്ല. ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ക്നാനായ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ ക്നാനായ സമുദായമാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ ഭീഷണികളാണ്. ക്നാനായ സമുദായത്തിലെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സമുദായം നിലനിന്ന് പോകണം, അതിൻ്റെ അടിത്തറ ഇളകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന അസോസിയേഷൻ അംഗങ്ങൾക്ക് വരെ ഇപ്പോൾ ഭീഷണിയാണ്. ഈ അടുത്ത ദിവസം എരവേരൂർ ദേവാലയത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അസോസിയേഷൻ അംഗത്തിനെ ഫോണിൽ കൂടി വലിയ ഭീഷണി, വീട്ടിൽ വന്ന് നിന്നെ ശരിയാക്കുമെന്നുള്ള രീതിയിലാണ് ഭീഷണികൾ. നേരിട്ട് വിളിക്കുക, സോഷ്യൽ മീഡിയയിൽ പൊതുവായിട്ടുള്ളതല്ല, ഓരോ വ്യക്തികളെ, അതുപോലെ നമ്മളെ സ്ത്രീജനങ്ങളെ. ഇപ്പോൾ കുറിച്ചിയിലുള്ള റിജോ എന്ന് പറയുന്നയാള് വീണ്ടും സമുദായ മെത്രാപ്പോലീത്തായെ അറയ്ക്കുന്ന രീതിയിൽ, മ്ലേച്ഛകരമായ രീതിയിൽ അദ്ദേഹം വോയിസ് ക്ലിപ്പുകൾ ഇറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കോട്ടയം RDO അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അവിടെ ഒപ്പിട്ട് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും മേലിൽ ആവർത്തിക്കുകയില്ല എന്ന്. ഇങ്ങനെയുള്ള ഭീഷണികളിൽ ഭയപ്പെടുന്നവരല്ല ക്നാനായ കമ്മിറ്റിയും ക്നാനായ അസോസിയേഷനും എന്നുള്ളത് ധരിച്ചാൽ നന്ന്. പണ്ടുകാലങ്ങളിലെ ഭീഷണികളിൽ വഴങ്ങിയവരും ഭയപ്പെട്ടു മാറിയവരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ക്നാനായ കമ്മിറ്റി ഞങ്ങളെ തെരഞ്ഞെടുത്ത പള്ളി പ്രതിപുരുഷന്മാരോടും ക്നാനായ സമുദായത്തിലെ ജനങ്ങളോടും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ആരുടെയും ഭീഷണിക്ക് ക്നാനായ കമ്മിറ്റി വഴങ്ങുമെന്ന് ആരും ധരിക്കരുത്. അത് വെറും വിദ്യാസ്വപ്നമായിട്ട് മാറുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ക്നാനായ സമുദായ വലിയ മെത്രാപ്പോലീത്ത ശത്രുവിനെ സ്നേഹിക്കുന്നവനും ശാന്ത സ്വഭാവം ഉള്ളവനും ദൈവഭയം ഉള്ള ആളുമാണെന്ന് ക്നാനായ സമുദായത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് ഒരു ബലഹീനതയായി കണ്ട് സമുദായത്തിനെ അത് നിങ്ങൾ മുതലെടുക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കുകയില്ല. ക്നാനായ സമുദായം എന്ന് പറയുമ്പോൾ ക്നാനായ സമുദായത്തിൻ്റെ അസോസിയേഷന്, ക്നാനായ സമുദായ കമ്മിറ്റി, വൈദിക കൗൺസില്, ക്നാനായ സമുദായ മെത്രാപ്പോലീത്ത, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ക്നാനായ സമുദായം എന്ന് പറയുന്നത്. ഈ സംവിധാനങ്ങൾ എല്ലാം കൂടി എടുക്കുന്ന തീരുമാനം മാത്രമേ സമുദായത്തിൽ നടപ്പാകുകയുള്ളൂ. അതിന് ക്നാനായ സമുദായ അംഗങ്ങളുടെ പിന്തുണ വേണം. ക്നാനായ സമുദായ അംഗങ്ങളെല്ലാം ക്നാനായ സമുദായത്തെ പിളർത്തുവാൻ ഉദ്ദേശിക്കുന്ന ഈ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ അധികാര അവകാശങ്ങൾക്കും വേണ്ടി പൊരുതുന്ന ഈ സമയം നമ്മൾ ഒന്നുകൂടി ഓർത്തുകൊള്ളണം. ക്നാനായ സമുദായത്തിലെ വലിയ മെത്രാപ്പോലീത്ത മുതൽ ക്നാനായ സമുദായത്തിലെ സഹായ മെത്രാച്ചന്മാരെ വരെ തിരഞ്ഞെടുത്തത് ക്നാനായ സമുദായത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പള്ളി പ്രതിപുരുഷന്മാർ ക്നാനായ അസോസിയേഷനിൽ ക്നാനായ ഭരണഘടന അനുസരിച്ച് വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെത്രാപ്പോലീത്തായും സഹായ മെത്രാച്ചന്മാരും ആയത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പാത്രിക്കീസ് ബാവ ക്നാനായ സമുദായത്തിലെ വൈദികരെ വിളിച്ച് പട്ടം കൊടുക്കുകയല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ക്നാനായ സമുദായത്തോട് കൂറും പ്രതിബദ്ധതയും ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ക്നാനായ സമുദായത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളേണ്ടത്. അതിന് വിരുദ്ധമായി ക്നാനായ സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അഭിവന്യ പിതാക്കന്മാര് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിഘടിത പ്രവർത്തനങ്ങളിൽ ക്നാനായ സമുദായത്തിൻ്റെ ആളുകൾ അല്ലെ സമുദായ അംഗങ്ങൾ പോയി പങ്കെടുക്കരുതെന്ന് അറിയിച്ചുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.